നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വേണമെന്ന് BNS നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകി. ശബരിമല സന്നിധാനത്ത് വീണ്ടും തിരക്ക്. ഇന്നലെ എത്തിയത് 1,00,000 ഭക്തർ. ശരംകുത്തി വരെ ഭക്തരുടെ നീണ്ട നിരയാണ്. ഇതോടെ ഇന്നത്തെ സ്പോട്ട് ബുക്കിങ്ങിന് 5,000 പരിമിതപ്പെടുത്തി. വർദ്ധിച്ച തോതിൽ ഭക്തജനങ്ങളുടെ വരവുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ലൈംഗികാരോപണ കേസിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്ത്. പെൺകുട്ടിയെ ഗർഭചിത്രം നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്ന് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഗർഭചിത്രത്തിന് ആശുപത്രിയിൽ പോകാൻ രാഹുൽ പെൺകുട്ടി നിർബന്ധിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ പരിഹസിക്കുന്നതും പുറത്തു വന്ന ശബ്ദരേഖയിലുണ്ട്. നേരത്തെ പുറത്തു വന്ന ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ കണ്ടുപിടിച്ചിരുന്നു. അന്ന് അവർ പരാതി നൽകാൻ സജ്ജമായിരുന്നില്ല. ഇപ്പോൾ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ എന്താണ് കാരണം എന്ന് വ്യക്തമല്ല. രാഹുൽ പൊതുരംഗത്ത് സജീവമായ സാഹചര്യത്തിൽ ഇരുവരുടെയും സമ്മതമില്ലാതെ മറ്റാരെങ്കിലും ഇത് പുറത്തുവിട്ടതാണോ എന്നും വ്യക്തമല്ല. കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി അതീവ ഗുരുതരമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് മാത്രമല്ല, ഗർഭം ധരിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് നിർബന്ധ ഗർഭചിന്തന വിധേയമാക്കി എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് രാഷ്ട്രീയ വിഷയമല്ലെന്നും സ്ത്രീത്തിനെതിരായ കടന്നുകയറ്റവും ക്രിമിനൽ കുറ്റവുമാണെന്നും V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ എഴുതിയ പരാമർശത്തിൽ പറഞ്ഞു. ശാരീരികവും മാനസികമായ പീഡനങ്ങളും തിക്താനുഭവങ്ങളും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് താങ്ങാൻ സർക്കാരും വനിതാ വികസന കോർപ്പറേഷനും ഒപ്പമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൗൺസിലിംഗ്, നിയമോപദേശം, അടിയന്തര സംരക്ഷണം തുടങ്ങിയ സഹായങ്ങളുമായി 24 മണിക്കൂർ 151 ഹെൽപ്പ് ലൈൻ നിങ്ങൾക്കായി ഉണ്ടെന്നും മടിക്കേണ്ടതില്ലെന്നും നേരിട്ട് വിളിക്കാമെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചതോടെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായ തദ്ദേശ പൗരന് ചിത്രം തെളിഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കണക്ക് പ്രകാരം 72,005 സ്ഥാനാർത്ഥികളുള്ളത്. ഇതിൽ 37,786 പേർ സ്ത്രീകളാണ്. 34,218 പേർ പുരുഷന്മാരും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലും 2 പേരെ ഇക്കുറി മത്സരത്തിലുണ്ട്. 1,199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് 2 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിൽ ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ 11-നും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീർന്നപ്പോൾ വിമത ശല്യത്തിൽ വരഞ്ഞ് മുന്നണികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFനും UDFനും 5 ഇടങ്ങളിൽ വിമതരുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ 10 വാർഡിൽ UDFന് വിമത ഭീഷണിയുണ്ട്. തൃശ്ശൂരിൽ കോൺഗ്രസിനും CPMനും CPIക്കും വിമതരുണ്ട്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ കണ്ണൂരിൽ 14 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 14 പേരും CPMന്റെ സ്ഥാനാർത്ഥികളാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 5 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 6 CPM സ്ഥാനാർത്ഥികളും മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിൽ 3 LDF സ്ഥാനാർത്ഥികളും എതിരില്ലാതെ വിജയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുടെ ശക്തി കേന്ദ്രമായി മാറിയ പത്തനംതിട്ടയിലെ പന്തളത്ത് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. പന്തളത്തു നിന്നുള്ള BJPയുടെ പ്രമുഖ നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ കോട്ടയത്ത് ഹരികുമാർ പാർട്ടി വിട്ടു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്ര സഹമന്ത്രിയുടെമായ V മുരളീധരൻ്റെ അടുത്ത ബന്ധുവാണ് BJP വിട്ട ഹരികുമാർ. ഇനി CPMന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്ന് ഹരികുമാർ വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ CPMകാരായ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. CPM പ്രവർത്തകരായ TCV നന്ദകുമാർ, VK നിഷാദ് എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. VK നിഷാദ് പയ്യന്നൂർ നഗരസഭയിൽ 46-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ്. പ്രതികൾക്കെതിരെ വധശ്രമക്കുറ്റവും സ്ഫോടക വസ്തു നിരോധ നിയമവും തെളിഞ്ഞു. പ്രതികളുടെ ശിക്ഷ നാളെ വിധിക്കും. വയനാട്ടിൽ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജംഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിന് പിന്നാലെയാണ് ജംഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചത് എന്നാണ് വിവരം. തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് വിമത സ്ഥാനാർത്ഥിയാണ് ജംഷീർ പത്രിക നൽകിയിരുന്നത്. കോൺഗ്രസിൽ വിശ്വാസമുണ്ടെന്നും പാർട്ടിക്ക് കളങ്കം വരുത്തില്ലെന്നും ജംഷീർ പള്ളിവയൽ പ്രതികരിച്ചു. കേരള ബാങ്കിന് പുതിയ ഭരണസമിതി. CPM മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹൻ മാസ്റ്റർ പ്രസിഡന്റായും മുൻ MLA അഡ്വക്കേറ്റ് TV രാജേഷ് വൈസ് പ്രസിഡന്റായും സ്ഥാനമേറ്റു. ഇന്നലെ വോട്ടെണ്ണൽ വിജയിച്ചതിന് പിന്നാലെയാണ് ഇരുവരും ചുമതലയേറ്റത്. കേരള ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ചായിരുന്നു വോട്ടെണ്ണൽ. കൊച്ചിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോറിനെ വിട്ടയച്ച് സംശയാസ്പദമായ ഒന്നുമില്ലെന്ന് അതിലാണ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചതെന്നും എറണാകുളം സൗത്ത് റെയിൽവേ പോലീസ് അറിയിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഡ്വക്കേറ്റ് BA ആളുവിൻ്റെ ഓഫീസിലേക്കാണ് ബണ്ടിച്ചോർ പോയത്. ഞായറാഴ്ച രാത്രി കസ്റ്റഡിയിലെടുത്ത ബണ്ടിച്ചോറിനെ ഇന്നലെ വൈകിട്ടോടെയാണ് വിട്ടയച്ചത്.
കാഞ്ഞങ്ങാട് നഗരസഭ വനിതാ ചെയർപേഴ്സണെതിരെ 2013 നടത്തിയ പരാമർശത്തിൽ ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കു തൽക്കാലം കീഴടങ്ങേണ്ടെന്ന് സുപ്രീം കോടതി. 2013 പ്രസിദ്ധീകരിച്ച ലേഖനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. സ്ത്രീയുടെ മാന്യതയെ ബാധിക്കുന്ന തരത്തിൽ ലേഖനത്തിൽ എഴുതിയെന്നായിരുന്നു കേസ്. നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ 2 മാസം വിദഗ്ധ സമിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്ന് എന്നാൽ ഇതുവരെ ലഭിച്ചില്ലെന്നും സുമയ്യ. കാട്ടാക്കട കിള്ളി സ്വദേശിയായ സുമയുടെ നെഞ്ചിലാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത്. ശസ്ത്രക്രിയയുടെ ഉണ്ടായ ഗുരുതര വീഴ്ചയെ തുടർന്നാണ് സുമയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരത്തിലുള്ള മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കാത്തതിനെക്കുറിച്ച് ചോദ്യങ്ങളും വിമർശനവുമായി BJP. രാഹുൽ ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്നും ജനാധിപത്യ പാരമ്പര്യങ്ങളെ ആവർത്തിച്ച് അവമതിക്കുന്ന ആളാണെന്നും അദ്ദേഹമെന്നും BJP ദേശീയ വക്താവ് CR കേശവൻ ആരോപിച്ചു. വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ മറവിൽ രാജ്യത്തുടനീളം അരാജകത്വം അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും തൽഫലമായി മാനസിക സമ്മർദ്ദം മൂലം 3 ആഴ്ചക്കിടെ 14 BLOമാർ മരിച്ചെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. SIR ഒരു പരിഷ്കാരമല്ല, മറിച്ച് അടിച്ചേൽക്കപ്പെട്ട സ്വേച്ഛാധിപരമാണെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. അധികാരത്തിലിരിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യം ബലികഴിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം വോട്ടർ പട്ടിക പുതുക്കൽ നടപടികളുടെ സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണ് മരിക്കുകയോ ജീവനൊടുക്കുകയോ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. കേരളം ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ മരണപ്പെട്ട 14 BLOമാരുടെ പേരുകളും ചിത്രങ്ങളുമാണ് കോൺഗ്രസ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. ഡെൽറ്റ ജില്ലകളിലും തെക്കൻ തമിഴ്നാട്ടിലും വ്യാപകമായി കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറിയുടെ ആളുകൾ വൻ ദുരിതത്തിൽ. അതേസമയം ബംഗാൾക്കുള്ളിൽ അടുത്ത 24 മണിക്കൂറിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചു. യൂട്യൂബറെ ആക്രമിച്ച കേസിൽ 4 TVK പ്രവർത്തകർ ചെന്നൈയിൽ അറസ്റ്റിൽ. വിജയ്ക്കെതിരെ അപകീർത്തിപര പ്രവർത്തനം നടത്തിയ യൂട്യൂബർ കിരൺ ബ്രൂസിനെ ആക്രമിച്ചതിനാണ് അറസ്റ്റ്. വടപളനി സ്വദേശികളായ തനുഷ്, അശോക്, പാർത്ഥസാരഥി, ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിൽ ആയത്. ബംഗളൂരു തമ്മനഹള്ളിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.